ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ചേച്ചി മാത്രം പറഞ്ഞാ പോരല്ലോ. ഈ നാട്ടില് നിയമവും കോടതിയൊക്കെ ഉണ്ട്. എന്റെ അച്ഛന്റെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്. മംഗലാപുരം വരെ പോയി തിരിച്ചു വന്ന ഞാൻ കേൾക്കുന്നത് നിന്റെ അച്ഛന്റെ മരണവാർത്തയാ. എന്നോടൊരു വാക്ക് പോലും പറയാതെയാ അവൻ പോയത്. പക്ഷേ ഇതെല്ലാം നിന്റെ ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കെ. ഞാൻ കാരണമാ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തേന്നാ നിന്റെ ചേച്ചി വിശ്വസിക്കുന്നത്. അതിന്റെ പ്രതികാരമാ അവൾ ഈ കുടുംബത്തോട് ചെയ്യുന്നതെല്ലാം. മോളെ, ഇത്രയും നാളത്തെ നിന്റെ അനുഭവം വെച്ച് ഈ ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബിസിനസിന്റെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാനും ഉണ്ടാക്കാനും എല്ലാ കാര്യത്തിനും നിന്റെ അച്ഛനോടൊപ്പം കൂടെ നിന്നത് നിന്റെ അമ്മാവൻ രാഘവനല്ലേ? അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അയാളോട് ചോദിച്ചാൽ അറിയാം സത്യങ്ങളെല്ലാം. എനിക്ക് അങ്കിളുടെ വിശ്വാസം. ആദ്യം ഞാൻ ഇവിടേക്ക് വന്നപ്പോ ഇവിടെ ഉള്ളവരെ കുറിച്ച് ചേച്ചി എന്നോടും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ ചേച്ചി യുദ്ധം ചെയ്യുന്നത് സ്വന്തം നിഴലിനോടാണെന്ന്. ചേച്ചിയുടെ തെറ്റിദ്ധാരണകൾ ഇനി മാറുമെന്ന് എനിക്കറിയില്ല. ഈ വീടും ചേച്ചിയുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയി. ഇനി അത് കൂട്ടിച്ചേർക്കാനും പറ്റില്ല. ചേച്ചി ചെയ്ത തെറ്റുകൾക്കൊക്കെ ഞാൻ അങ്കിളിനോട് മാപ്പ് ചോദിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ വിനയന്റെ മകൾ എനിക്കും മകള് തന്നെയാ. ആ വാത്സല്യവും സ്നേഹവും എന്നും എനിക്ക് നിന്നോടുണ്ടാവും. ജീവിതം മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് അറിയില്ല. റിക്കവറി ചെയ്യാനുള്ള സാധ്യത 102% മാത്രമാണെന്നാണ് ഡോക്ടർ ശിവശങ്കർ പറഞ്ഞത്. ഡോക്ടർ, ഇതാണ് ലക്ഷ്മിയുടെ കേസ് ഫയൽ. ഒരു പേഷ്യന്റിന്റെ രോഗത്തെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അവരുടെ സമ്മതമില്ലാതെ മറ്റൊരാളോട് പറയുന്നതും പേഷ്യന്റിന്റെ കേസ് ഫയൽ കാണിക്കുന്നതും തെറ്റാണെന്ന് എനിക്കറിയാം. ഇതിപ്പോ സച്ചായതുകൊണ്ടാ ഞാൻ കാണിക്കുന്നത്. ഇക്കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ അതെന്റെ കരിയറിനെ ബാധിക്കും. അല്ല, സച്ചിക്കിതെന്തിനാ? അത് പിന്നെ കാർഡിയോ സർജൻ ഭരതൻ മേനോൻ സാറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാ. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ കൂടി ഒന്ന് അറിയാലോ. ഗ്രേറ്റ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കാർഡിയോ സർജനാണ് അദ്ദേഹം. പക്ഷേ സച്ചി, ലക്ഷ്മിയുടെ കാര്യത്തില് ഒരു സ്കോപ്പും ഇല്ലെന്നാ ഞങ്ങളുടെ സീനിയർ സർജൻ പറഞ്ഞത്. മരുന്നുകൾ കൊണ്ട് ചിലപ്പോ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ 1-2 വർഷം അത്രയും കാലം ജീവിക്കാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്കൊരു ലൈഫ് ലക്ഷ്മിയുടെ കയ്യിലില്ല. എത്ര നാളായി ലക്ഷ്മിയുടെ ട്രീറ്റ്മെന്റിന് വന്നിട്ട്? ഒരു 6 മാസം. ഇവിടെ എല്ലാവർക്കും ലക്ഷ്മി ഒരു അത്ഭുതം. എപ്പോഴും അവൾ വലിയ സന്തോഷത്തില്.
താനൊരു രോഗിയാണെന്ന് അവൾ ആരോടും പറയില്ല. ആരുടെ സിമ്പതി വേണ്ടെന്നാ അവള് പറയുന്നത്. ആ, ലക്ഷ്മിയുടെ ഹസ്ബൻഡ്? അതേക്കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഈ കേസ് ഫയലിലെ ഡീറ്റെയിൽസിന്റെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ? അതിനെന്താ, എടുത്തോളൂ. എന്റെ വീട് എല്ലാം മാറിപ്പോയി. നീ പഴയതൊന്നും ഓർത്ത് വിഷമിക്കില്ല. ഇങ്ങനെ വിഷമിക്കാതിരിക്കും അത്രയ്ക്കുണ്ട് അച്ഛന്റെ ഓർമ്മകൾ ഇവിടെ. നിന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പാവം, എല്ലാവരെയും വലിയ വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. നീ നോക്ക്, നമ്മൾ വന്ന കാര്യം സാധിച്ചിട്ട് ഇവിടുന്ന് മടങ്ങി പോവാം. വാ. നിൽക്ക്. മാറി നിക്കടി അങ്ങോട്ട്. ഇത് എന്റെയും കൂടെ വീടാ, മിണ്ടി പോരുത്. നീയാ ഇപ്പൊ എന്റെ പ്രധാന ശത്രു. എന്നെ അവിടെ നിന്ന് എല്ലാവരോട് ചവിട്ടി ഇറക്കിയപ്പോ നീ അവരോടൊപ്പം സന്തോഷിച്ചു. ഓരോ തവണയും നീ എനിക്കെതിരെ നിന്നു. ഇതേ എന്റെ വീടാ, ഇവിടെ നിനക്ക് ഒരു സ്ഥാനവും. അത് ചേച്ചി മാത്രം പറഞ്ഞാ പോരല്ലോ. ഈ നാട്ടില് നിയമവും കോടതിയൊക്കെ ഉണ്ട്. എന്റെ അച്ഛന്റെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്.